ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്വാഡ് ഫോക്കസ് ലെഗ് വർക്കൗട്ട് ആണ്. പുഷ് പുൾ ലെഗ് സ്പ്ലിറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരും വീക്ക്ലി ട്വൈസ് ലെഗ് ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരും ഈ വർക്കൗട്ട് ട്രൈ ചെയ്യാം. ആദ്യം പ്രോപ്പറായിട്ട് വാം അപ്പ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് വർക്കൗട്ട് ബാർബെൽ ബാക്ക് സ്ക്വാട്ട്. ഇതിന് പകരം യു ക്യാൻ ഡു ഡബിൾ സ്ക്വാട്ട് ഓർ സ്മിത്ത് സ്ക്വാട്ട്. ഞാനിവിടെ ഹൈ ബാർ പൊസിഷൻ ചെയ്യുന്നില്ല. ഇതുപോലെ നല്ല ഡീപ് സ്ക്വാട്ട് ചെയ്യാൻ ശ്രമിക്കുക വിത്ത് പ്രോപ്പർ റേഞ്ച് ഓഫ് മോഷൻ. 3 സെറ്റ്സ് ഓഫ് 8 to 15 reps. റെപ്പ് 15 മുകളിൽ പോകുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ വാം അപ്പ് സെറ്റ്, നോട്ട് എ വർക്കിംഗ് സെറ്റ്. രണ്ടാമത്തെ വർക്കൗട്ടാണ് ലെഗ് പ്രസ്. പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും ലോവർ ആയിട്ടാണ് എന്റെ ലെഗ് പൊസിഷൻ. ഈ വർക്കൗട്ടിൽ നിങ്ങൾക്ക് ഹെവി വെയിറ്റ് യൂസ് ചെയ്യുന്നതാണ്, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ വിത്ത് പ്രോപ്പർ റേഞ്ച് ഓഫ് മോഷൻ. 4 സെറ്റ്സ് ഓഫ് 8 to 15 reps. മൂന്നാമത്തെ വർക്കൗട്ടാണ് വാക്കിംഗ് ലഞ്ചസ്. ഞാനിവിടെ ബാർബെലാണ് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഡംബിൾസ്. കാരണം ഇത് ഒരു ക്വാഡ് ഫോക്കസ് ലെഗ് വർക്കൗട്ട് ആയതുകൊണ്ട് ഞാനിവിടെ മോർ അപ്രൈറ്റ് പൊസിഷനിലാണ് ലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ബാർബെൽ യൂസ് ചെയ്തുകൊണ്ട് ലൈൻ ഓഫ് റെസിസ്റ്റൻസും എന്റെ ബോഡിയുടെ സെന്റർ ഓഫ് മാസും മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഐ എം കീപ്പിംഗ് ഷോർട്ട് സ്റ്റെപ്സ് സോ ദാറ്റ് ഐ ക്യാൻ റിയലി ടാർഗറ്റ് മൈ ക്വാഡ്സ്. 3 സെറ്റ്സ് ഓഫ് 8 to 15 reps. നാലാമത്തെ വർക്കൗട്ട് സീറ്റഡ് ലെഗ് എക്സ്റ്റൻഷൻ. എല്ലാ വർക്കൗട്ട് പോലെ ഇതും പ്രോപ്പർ റേഞ്ച് ഓഫ് മോഷനിൽ ചെയ്യുക. 3 സെറ്റ്സ് ഓഫ് 8 to 15 reps. അഞ്ചാമത്തെ വർക്കൗട്ട് സ്റ്റാൻഡിംഗ് കാഫ് റൈസ്. എല്ലാവർക്കും അറിയുന്ന പോലെ കാഫ് ഇംപ്രൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എസെൻട്രിക് ഫേസിൽ നല്ലോണം സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുക. 3 സെറ്റ്സ് ഓഫ് 15 to 20 reps. അവസാനം പ്രോപ്പർ സ്ട്രെച്ചോട് കൂടി എന്റെ വർക്കൗട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഹാംസ്ട്രിംഗ് ആൻഡ് ഹിപ്പ് ഫോക്കസ്ഡ് വർക്കൗട്ട് ഇനി ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.